പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ ജിബിൻ ഗോപിനാഥ്. സ്റ്റുഡിയോയിൽ ഒപ്പം മനീഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടിക്കാലം മുതൽ തന്നെ സിനിമ സ്വപ്നം കാണുക, ആ സ്വപ്നത്തിന് പുറകെ ഏതാണ്ട് 3 പതിറ്റാണ്ട് വിടാതെ പിന്തുടരുക വളരെ കുറച്ചു പേർക്ക് മാത്രം കഴിയുന്ന ഒരു സ്ഥിരോത്സാഹമാണ്. അത്തരത്തിൽ സ്ഥിരോത്സാഹിയായിട്ടുള്ള ഒരാൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കഥാപാത്രങ്ങളുമായി പ്രേക്ഷക മനസ്സിൽ ഇടം നേടി നമ്മുടെ മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ശ്രീ ജിബിൻ ഗോപിനാഥ്. സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ ഏറ്റവും ചർച്ചയിൽ നിൽക്കുന്ന ഡയസറയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഈ പോറ്റിയിൽ തുടങ്ങി പോറ്റിയിലാണ് ആ സിനിമ അവസാനിക്കുന്നത്. അതെ അതെ. ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു കഥാപാത്രം, ഏതാണ് ഒരു ഫുൾ ലെങ്ത് കഥാപാത്രവും ഒരുപാട് ലെയറുകളുള്ള കഥാപാത്രം. സാധാരണ ഹൊറർ മൂവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ സട്ടിലായിട്ട് സൈലൻസ് ഒക്കെ ഉപയോഗിച്ചുള്ള കഥാപാത്രം. ഇതെല്ലാം കൂടി ഒരുമിച്ച് എടുത്ത് കൈ തരുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ? ഇല്ല, ഞാൻ വളരെ യാദൃച്ഛികമായിട്ട് ആ സിനിമയിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ്. ഞാൻ വേറെ 1-2 മലയാളത്തിൽ തന്നെ വലിയ വലിയ ആർട്ടിസ്റ്റുകളിൽ അവർ പ്ലാൻ ചെയ്തിരുന്ന ക്യാരക്ടറായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ ചില സാങ്കേതിക കാരണങ്ങളാൽ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ മകനുണ്ട് ദിൻനാഥ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ തീരുമാനമാതെ വരുന്ന സമയത്ത് ദിൻനാഥ് കൊടുത്തൊരു ഓപ്ഷനായിരുന്നു എൻ്റെ പേര്. അദ്ദേഹം യാദൃച്ഛയായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊരു എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു റീൽ കണ്ടിട്ട് പെട്ടെന്ന് ഡയറക്ടർക്ക് രാഹുൽ സദാശിവന് അയച്ചു കൊടുത്തതാണ്. അപ്പോൾ പുള്ളിയെ നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് സ്പോട്ടിൽ തന്നെ പുള്ളി എന്നെ വിളിക്കാനുള്ളൊരു നോക്കി വിളിച്ചു, ചെന്ന് കണ്ടു. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു 15 മിനിറ്റ് സംസാരിച്ചു, പറയാമെന്ന് പറഞ്ഞു വിട്ടു. ഇതായിരുന്നു എൻ്റെ ഓഡിഷൻ എന്ന് പറഞ്ഞു. വെറുതെ സംസാരിച്ച് അങ്ങനെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു ആ സിനിമ. വളരെ പെട്ടെന്ന് എത്തിപ്പെട്ട ഒരാളാണ്. ഈ സിനിമയിലേക്ക് ഏതാണ്ട് ലോക്കായി കഴിഞ്ഞതിന് ശേഷവും ഈ സിനിമയിൽ വൈ മീ എന്നൊരു ചോദ്യം മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും ചോദിച്ചില്ല എന്നും കേട്ടു. അതെ അതെ അതെ. അത് എപ്പോഴെങ്കിലും ഒരു ഹെവി ആയിട്ട് തോന്നിയത് കൊണ്ടാണ്? എന്തുകൊണ്ടായിരിക്കും ആ വൈ മീ? അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളെല്ലാം നമുക്കറിയാം. ഭൂതകാലായാലും ബ്രഹ്മയുഗായാലും അമ്മാതിരി നമ്മളെ ഭ്രമിപ്പിച്ച സിനിമകളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡയറക്ടറുടെ സിനിമയിൽ ഒരു സീനെങ്കിലും ചെയ്യുക എന്നുള്ളത് വലിയൊരു ആഗ്രഹത്തിനപ്പുറത്തേക്ക് വലിയൊരു കൊതിയായിരുന്നു. ആക്ച്വലി അങ്ങനെ ഈ സിനിമയിലേക്ക് എത്തുന്നൊരു ധാരണയില്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞ ബ്രഹ്മയുഗം സമയത്ത് തന്നെ ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ കോൺടാക്ട് ഉണ്ട്. അപ്പോൾ പറഞ്ഞു ആകെ ഒരു 3-4 ക്യാരക്ടേഴ്സ് ആകെ ഉള്ളൂ, അവർ തന്നെയാണ് സിനിമ മുഴുവനുള്ള, വേറെ ഒരു ക്യാരക്ടേഴ്സും പടത്തിലില്ല. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടതാണ്. പക്ഷെ പുള്ളി എന്നെ ആ വിളിച്ചതോ പറഞ്ഞതോ ഒന്നുപോലും അദ്ദേഹത്തിന് എന്നെ അറിയില്ല, ഓർമ്മയില്ലായിരുന്നു. ഞാൻ ചെന്ന് ആദ്യമായിട്ട് കാണുമ്പോഴും പുള്ളി പറഞ്ഞത് നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണുക എന്നാണ്. പുള്ളി ഇൻ്റർവ്യൂ അല്ലാതെ പുള്ളി എന്നെ വേറെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഞാൻ ചാൻസ് ഒക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ ബ്രോ ഓക്കെ, അത് ഇഷ്ടംപോലെ പേര് വിളിക്കുന്നുണ്ടാവും. ഇപ്പം ആരാ എന്താണെന്നറിയാതെ പുള്ളി ഫോൺ എടുക്കും, പറയും, കൃത്യമായിട്ടുള്ള മറുപടി തരും, നോക്കാം എന്ന് പറയും. അത് അവർക്ക് അതല്ലേ പറയാൻ പറ്റും. അങ്ങനെ ഇരുന്ന എനിക്കാണ് ഒരു സൂപ്പർ ലോട്ടോ പോലെ ഈ ഒരു സിനിമയിലേക്ക് ഒരു എൻട്രി ഇങ്ങനെ ദിൻനാഥ് വഴി കിട്ടിയത്. ആ അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യുന്നതിൽ ഈ ക്യാരക്ടറിന് ഒരു വളരെ പ്രധാനമുണ്ട്. പണച്ചാക്കായിട്ടുള്ളൊരു ലാഡ് അവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അയാൾക്കൊരു ഗൈഡാണ് ഈ കഥാപാത്രം. എന്നാൽ അത് മിസ്ഗൈഡ് ചെയ്യുകയാണോ എന്ന് നമുക്ക് ചിലപ്പം കണ്ടിരിക്കുന്ന ആൾക്ക് തോന്നാം. അപ്പോൾ ഇയാൾ എന്താണ് ചെയ്യുന്നത്? ഇടയ്ക്ക് അമ്മ ഇദ്ദേഹത്തിനോട് പോറ്റിയെ തന്നെ ഒന്ന് വാൺ ചെയ്യുന്നത്, നിനക്ക് നീ കണ്ടതെല്ലാം പറയാമായിരുന്നെങ്കിൽ ആ കുട്ടിയെങ്കിലും രക്ഷപ്പെടുമായിരുന്നില്ല എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ സിനിമ മുഴുവൻ ഈ മനുഷ്യന്റെ ഒരു തോന്നലാണോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അങ്ങനെ പല രീതികളിൽ ഡയസറയെ പിടിച്ചു നിർത്തുന്നത് മസൂരൻ പോറ്റിയുടെ ഉള്ളാണ് എന്ന് പറഞ്ഞാൽ, അപ്പം ആ ക്യാരക്ടേഴ്സ് എല്ലാം അല്ലെങ്കിൽ ആ ലെയേഴ്സ് എല്ലാം എങ്ങനെയാണ് ബ്രീഫ് ചെയ്ത് തന്നത്? ഈ സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള സ്ക്രീൻ പ്ലേ ആക്ച്വലി എനിക്കും പ്രണവിനും മാത്രമേ ഡയറക്ടർ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഇതിനുവേണ്ടി ഒരു പ്രിപ്പറേഷൻ നടത്തരുത്, ആകെ ചെയ്ത് തരേണ്ടത്. ഞാൻ ഇദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് താടിയൊന്നുമില്ല, ക്ലീൻ ഷേവിലാണ് ഞാൻ കാണുന്നത്. പുള്ളി എന്നെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു താടി വന്നാൽ ഭയങ്കര രസമായിരിക്കും, ഈ ക്യാരക്ടറിനെ ഒന്ന് വളർത്താമോ എന്ന് ചോദിച്ചു. ഇത് മാത്രമാണ്, അല്ലെങ്കിൽ ജസ്റ്റ് കഥ വായിച്ചിരിക്കാൻ, ഈ സ്ക്രീൻ പ്ലേ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്, ഒരു തരത്തിലും ഒരു പ്രിപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങളിതൊന്ന് മനസ്സിലാക്കിയിട്ട് വന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന ഒരു ഡയറക്ടറുടെ ഒരു വിശ്വാസമാണ് ആ പടത്തിൽ ആ കാണുന്ന കംപ്ലീറ്റ് കാര്യം. എന്നിട്ട് നമ്മളെങ്ങനെ ചെയ്യിക്കണമെന്ന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു പുള്ളിക്ക്. ഓരോ സീനും സ്ക്രിപ്റ്റ് വൈസ് ഒക്കെ തന്നെയാണ് ഏകദേശം പോയിട്ടുള്ളത്. ഷൂട്ട് പോയിരിക്കുന്നത് ഏകദേശം അതുപോലെ തന്നെയാണ്. നമുക്കറിയാം ഇന്ന സമയത്ത് ഇത് നടക്കുന്നു, അത് കഴിഞ്ഞ് ഇതാണ്. അങ്ങനെ അല്ലെങ്കിൽ പോലും കൃത്യമായിട്ട് ഇതിനു മുമ്പ് എന്താണ് നടന്നതെന്നും ഇതിന് ശേഷം എന്താ നടക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ള കൃത്യമായ ധാരണ തരുമായിരുന്നു. വളരെ രസകരമായിട്ട്. നമുക്ക് ഈ സിനിമയിലെ ഹൊറർ പോലെ അല്ല, പുള്ളി ഭയങ്കര ചില്ലായിട്ടുള്ളൊരു മനുഷ്യനാണ് രാഹുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ടേക്കിൽ നമ്മൾ ആ സീനിലേക്ക് നമ്മളെ പുള്ളി ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി കയറ്റും. അത് കഴിഞ്ഞ് ആ ഷോട്ട് കഴിയുമ്പോൾ നമ്മളെ ഇറക്കും. അല്ലാതെ ഒരു ഹൊറർ മൂഡ് സെറ്റിലില്ല. സെറ്റിൽ ഭയങ്കര ജോവിയലായിട്ടൊരു മൊത്തം ഒരു അങ്ങനെ ഒരു സെറ്റപ്പാണ്.
അത് ഭയങ്കര ടെക്നിക്കാണ് പുള്ളിയുടെ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആക്ടേഴ്സിനെ ആ മൂഡിലേക്ക് കൊണ്ടുവരും. അത് നമുക്ക് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതവിടെ അഴിച്ചു വെച്ചിട്ട് ഇറങ്ങാം. ഓക്കെ. പെട്ടെന്ന് തന്നെ സ്വിച്ചിട്ട് പോലെ നമ്മളെ കയറ്റുകയും ചെയ്യും. അത് ഭയങ്കര ഒരു ബ്രില്യൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻസ് അത്. ഇനി ഒരുപാട് സിനിമകൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്, അതുകൊണ്ട് നമുക്കൊരു പാട്ട് കേട്ടിട്ട് തുടർന്ന് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ് പറയുക? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് കാണാമുള്ളാൽ ഉൾനീറും അതെ നോവാണ് അനുരാഗം. അതെ തന്നെ. സോൾട്ട് ആൻഡ് പെപ്പറിലെ ഒരിക്കലെങ്കിലും പ്രണയിച്ചിട്ടുള്ള എല്ലാവരുടെയും ആ മുള്ളു കൊള്ളാതിരുന്നിട്ടുണ്ടാവില്ല അല്ലേ? അല്ല, തീർച്ചയായിട്ടും ആ മുള്ള് കൊള്ളണമല്ലോ, എപ്പോഴെങ്കിലും ഒരാൾ കൊള്ളേണ്ടതല്ലേ. അതെ, തീർച്ചയായിട്ടും നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ. മില്ലേനിയൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 80s ജനിച്ചു വളർന്ന ഒരു സാധാരണ തിരുവനന്തപുരത്തുകാരനെ പോലെ നമ്മൾക്ക് ദൂരദർശനും അടുത്ത വീട്ടിലെ TV-യും ഒക്കെയാണ് നമ്മളെ മോഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭ്രമിപ്പിക്കുന്ന കൗതുകങ്ങൾ എന്ന് പറയുന്നത്. അവിടെ നിന്ന് താങ്കളുടെ മനസ്സിലേക്ക് സിനിമ ചേക്കേറുകയാണ്. അതിന് കുടുംബം കൂട്ടായിട്ട് നിൽക്കുന്നു. 8-ാം വയസ്സിൽ അന്ന് ഒരു ഓഡിഷന് പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് എന്തായിരിക്കും അച്ഛൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നു? അച്ഛനോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ 8-ാമത്തെ വയസ്സിൽ എന്നെ ഒരു ഓഡിഷന് കൊണ്ടുപോകണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ? അല്ല, അത് ഈ പറഞ്ഞ പോലെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ TV കണ്ടു തുടങ്ങി, അത് മാത്രമല്ല ചെറിയ പ്രായം മുതൽ ഈ ഒരു കാഴ്ചകൾ കണ്ട് രസിച്ചു തുടങ്ങിയ സമയം മുതൽ തന്നെ അച്ഛൻ്റെ നാട്ടിലൊരു പലചരക്ക് കടയൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാസത്തിലൊരു ദിവസം, ഒരു ഞായറാഴ്ച അച്ഛൻ എൻ്റെ നാട് കോലിയക്കോടാണ്. അപ്പോൾ അവിടുന്ന് രാവിലെ ബസ്സിൽ കയറി ഞങ്ങൾ ട്രിവാൻഡ്രം സിറ്റിയിലേക്ക് വന്നിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറ്റുകാലൊക്കെ പോവും. അതൊക്കെ കഴിഞ്ഞ് ഒരു സിനിമ മസ്റ്റാണ്. ചിലപ്പോൾ മ്യൂസിയവും അങ്ങനെയൊക്കെ കയറി കറങ്ങി പോകുന്ന മാസത്തിൽ ഒരു ദിവസം, അങ്ങനെ ഒരു പതിവ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് മുതലേ അച്ഛൻ ഭയങ്കര ഒരു സിനിമ ആസ്വാദകനായിരുന്നു. ഭീകരമായിട്ട് അച്ഛൻ സിനിമകൾ, അച്ഛൻ ഇഷ്ടമുള്ള സിനിമകൾ അച്ഛൻ 10-15 തവണ കാണുന്ന ഒരു പ്രകൃതമായിരുന്നു പണ്ട്. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കും എന്തായാലും ആ സിനിമയോടുള്ളൊരു അതുണ്ടായി. അന്ന് അപ്പുറത്തെ വീട്ടിലെ പത്രമാണ് വീട്ടിലിടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ സിനിമ മിക്കവാറും ദിവസങ്ങൾ വെട്ടും, അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന സിനിമകളുടെ പരസ്യങ്ങൾ വെട്ടാറുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ വളരെ സീനും ആയിട്ടുണ്ട് പലപ്പോഴും. കാര്യം അപ്പുറത്തെ സൈഡിലെ വാർത്ത എൻ്റെ വിഷയമല്ല, എനിക്ക് ഫ്രണ്ട് സൈഡിലുള്ള സിനിമയുടെ പോസ്റ്റർ മാത്രമായിരിക്കും എൻ്റെ സീൻ. അപ്പോൾ അവിടെ കൊടുക്കുമ്പോഴത്തേക്ക് പലപ്പോഴും പലതും കാണാറില്ല. അങ്ങനെയൊക്കെ സംസാരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ ബാലതാരങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടൊരു പരസ്യം കണ്ടത്. ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞിങ്ങനെ അച്ഛാ ഇങ്ങനെ തിരുവനന്തപുരത്താണ് സംഭവം, അപ്പോൾ കൊണ്ടുപോകാമോ എന്ന് വെച്ചപ്പം ഒന്നും പറഞ്ഞില്ല. പോവാം, എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അത് കേൾക്കുന്നു, അത്രയേ ഉള്ളൂ. അന്നത്തെ ഒരു ദിവസത്തെ കച്ചവടം കളഞ്ഞിട്ടാണ് അച്ഛൻ എൻ്റെ കൂടെ വരുന്നത്. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സാധനമായിരുന്നത്. കാര്യം അന്ന് അതൊന്നും തിരിച്ചറിയാനുള്ള ഇതായില്ലെങ്കിലും പിന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അന്ന് എന്തിനായിരുന്നു ഒരു ദിവസത്തെ കട മുടക്കം ഉണ്ടാക്കിയിട്ട് അച്ഛൻ വന്നത് എന്നുള്ളത്. ഒരിക്കലും ഒരു കാര്യത്തിനും അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല, നമ്മുടെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. എന്ത് കാര്യത്തിനും അച്ഛനും അമ്മയും എന്നും എൻ്റെ അനിയൻ്റെയും കൂടെ നിന്നിട്ടുണ്ട്. ആ സിനിമ സെലക്ട് ആയെങ്കിലും പിന്നെ പടത്തിൽ ഒത്തിരി ഞാൻ അന്നാണ് ഈ ഓഡിഷൻ എന്താണ് നമുക്ക് ഒരു ധാരണയില്ല. ആദ്യമായിട്ട് പോകുന്നൊരു സംഭവമാണ്, ചെറിയ പ്രായമാണ്. അവിടെ ചെന്ന് അന്ന് തന്നെ ഓഡിഷൻ നടത്തിയത് നമ്മുടെ ഉദയഭാനു സാറൊക്കെയാണ്, നമ്മുടെ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി പാടിയിട്ടുള്ള അദ്ദേഹം. പിന്നെ നമ്മുടെ ജോബിച്ചേട്ടൻ, പിന്നെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. നമ്മളന്ന് TV-യിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ടാണ് ഈ ഓർമ്മ ഇവരെ കണ്ടപ്പോൾ അയ്യോ ഇവരാണോ. എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ ആയിരുന്നു. അതിന് പോയി അത് സെലക്റ്റായി ഓരോ കാര്യങ്ങൾ ചെയ്യിച്ചു. ഇങ്ങനെ നാടകം സ്കൂളിൽ അന്ന് ഞാൻ 3-ലോ പറ്റുവാണ്. അപ്പം ഞാൻ ബാലകലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിക്കുന്ന നാടകം, നമ്മുടെ ഈ രംഗപ്രഭാതിൻ്റെ നാടകക്കളരിയൊക്കെയാണ് നമ്മുടെ സ്കൂളിലുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ചെറിയ പോർഷൻസ് കാണിച്ചു. പിന്നെ അവർ പറഞ്ഞൊരു സബ്ജക്റ്റ് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഓരോന്ന് ചെയ്ത് വന്നതാണ്. അവസാനം പറഞ്ഞു ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഐഡിയ ഇല്ല എന്ത് ചെയ്യണമെന്നുള്ളത്. പിന്നെ അപ്പോൾ പറഞ്ഞു പോവല്ലേ, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എന്നെയും വേറൊരു ആളിനെയും കൂടെയാണ് സെലക്ട്. ഞങ്ങൾ 2 പേരെ വൈകുന്നേരം ആയപ്പോൾ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. 1 മാസത്തെ ലീവ് എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അത് പക്ഷേ ഞാൻ നാട്ടിൽ എല്ലാവരുടെയും പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ആരോടും പറയില്ലെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഞാൻ എല്ലാവരോടും അറിയിച്ചു. അന്ന് അറിയിച്ച സമയം തൊട്ട് തന്നെ ഇങ്ങനെ ഗോപിയുടെ മുൻ നടനായിട്ടുണ്ട്. പടം നടന്നില്ല, പക്ഷെ ആ പേര് അവിടെ തന്നെ കിടന്നു, ഗോപിയുടെ മുൻ നടനാണെന്നുള്ളത്. അങ്ങനെയാണ് സംഭവിച്ചത്. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് കോലിയക്കോട് UP സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പോത്തൻകോട് LVHS-ലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി പഠിച്ചത് പെരുപ്പംകോട് എന്ന് പറഞ്ഞാൽ ഞാൻ 5 കിലോമീറ്റർ ലൊക്കാലിറ്റിയുള്ള 3 സ്കൂളിൽ ഞാൻ പഠിച്ചു 12ാം ക്ലാസ് എത്തുന്നതിനിടയ്ക്ക്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ നാടക പരിപാടി കാര്യം സ്കൂളിലെ ഈ വാർഷികം അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പരിപാടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൂടുതൽ സാധ്യതകൾ വന്നത് ഡിഗ്രിക്ക് ഞാൻ MG കോളേജിൽ വന്നു. ഇവിടെ ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാര്യം എന്നും ട്രിവാൻഡ്രം സിറ്റിയിൽ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ജൂനിയർ ആക്ടേഴ്സിനായിട്ട് ഒരു ആൾക്കാരെ ഈ കൂട്ടത്തിൽ നിൽക്കാൻ ആൾക്കാരെ അതെ. ഇപ്പം തിരുവല്ലം മറ്റോ നമ്മുടെ ചിത്രാഞ്ജലി ആവട്ടെ, അല്ലെങ്കിൽ ഔട്ട്ഡോർ കുതിരമാളിയെ കൂട്ടുകാർ അവിടെയൊക്കെ സ്ഥിരം ഷൂട്ട് നടക്കുന്നത്. അത് മാത്രമല്ല ഇന്നത്തെ റെസ്ട്രിക്ഷൻസ് അന്ന് ഈ റോഡിൽ ഷൂട്ട് ചെയ്യാനില്ല. സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തായാലും എവിടെയായാലും അന്ന് ഈ റെസ്ട്രിക്ഷൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ എപ്പോഴും ഗ്യാതറിങ് ഒരു സംഭവം വേണം, ഈ ആൾക്കാരുടെ ഒരു കൂട്ടം എപ്പോഴും സൃഷ്ടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഒത്തിരി പടങ്ങളുടെ ഭാഗമായിട്ട് ഈ കോളേജിലൊന്നവിടെ പോയി. ഈ കോളേജിൽ എത്തിയതോടെയാണ് ആക്ച്വലി എനിക്ക് കുറച്ച് മുന്നിലേക്ക് വരാൻ പറ്റിയത്. കുറേ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി ജൂനിയർ ആക്ടറായിട്ട് പോയപ്പോൾ.
അതിലാണ് താണ്ഡവത്തിലെ ഒരു ഷോട്ടിനെ കുറിച്ച് താങ്കൾ വളരെ ത്രില്ലിംഗ് ആയിട്ട് താങ്കൾ ഒരു നടനെ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ് എന്നൊക്കെ വളരെ ആവേശത്തോടു കൂടി പറഞ്ഞു കേട്ടിട്ടുണ്ട്. നടനെ തിരിച്ചറിഞ്ഞെന്നുള്ളതല്ല, നമുക്കപ്പോഴും പിന്നെ ഈ തിയേറ്ററിൽ നമ്മുടെ മുഖം അങ്ങനെ കണ്ടില്ല. പലയിടത്തും പോയിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഏതാണെന്നറിയില്ല. നമുക്കൊരു മുണ്ടും ഒരു വെള്ള ഷർട്ടും ആയിരിക്കും, ഒരു 100 പേര് എൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കും, ഇതിൽ ഏതാ ആൾ എന്നുള്ളത് നമുക്ക് തന്നെ നമ്മളെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ പല സിനിമകൾ കാണുമ്പോഴും നമുക്ക് ഇതിൽ ഇവിടെ എവിടെയായിരുന്നല്ലോ ചെന്നപ്പോൾ കൂടെ നിന്ന് ആളുടെ മുഖം നോക്കിയിട്ട് പറയും അവൻ്റെ അടുത്താണല്ലോ ഞാൻ നിന്ന്, പക്ഷെ എന്നെ കാണിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു സെറ്റപ്പായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് പറഞ്ഞ പോലെ ഞാൻ കുതിരമാളിക കൊട്ടാരത്തിൽ ലാൽ സാറിൻ്റെ താണ്ഡവം നടക്കുന്ന സമയത്ത് ഇതുപോലെ പോയതാണ്. പോയപ്പോൾ ക്രെയിൻ ഷോട്ടാണ്. അപ്പം ലാൽ സാർ ഇങ്ങനെ അവിടെ വരുന്നതും അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പതിയെ നടന്ന് ഈ മരണ വീട്ടിലേക്ക് സ്വന്തം ചേട്ടൻ മരിച്ചതിൻ്റെ കയറി വരുന്ന ഒരു ഭയങ്കര നല്ലൊരു സീനാണ്. സാറില്ലാതെ 2 തവണ റിഹേഴ്സൽ നടത്തി, കാര്യം ക്യാമറ ഇതൊക്കെ നോക്കാനായിട്ട്, ഫ്രെയിം നോക്കാനായിട്ട്. അപ്പം ഈ 2 തവണ എന്നെ നിർത്തിയെടുത്ത് ഞാൻ മാറിപ്പോയി. കാര്യം ക്യാമറ പോകുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആ റൂട്ടിലേക്ക് കയറി നിൽക്കാൻ ശ്രമം നടത്തിയപ്പോൾ ഒരു അസോസിയേറ്റ് വന്നിട്ട് എന്നെ വിളിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഈ മാറി പോണതെന്ന് പറഞ്ഞിട്ട് ടേക്കിന് തൊട്ട് മുമ്പ് പുള്ളി എന്നെ വിളിച്ചിട്ട് നീ ഇവിടെ നിന്നോ എന്ന് പറയും. അപ്പോൾ ഞാൻ ഇത് പണിയാണ് എന്ന് കരുതിയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ അപ്പോൾ സാറ് വന്ന് ഫസ്റ്റ് ടേക്കിൽ തന്നെ ഇങ്ങനെ വരുന്നു ഇന്ന സ്ഥലത്ത്, ഞാൻ നിൽക്കുന്നതിൻ്റെ സ്ഥലമായപ്പോഴത്തേക്കും പുള്ളി ഏകദേശം അങ്ങ് സ്ലോ ആയി സ്റ്റോപ്പായി. പക്ഷെ അപ്പോഴും ഈ മോണിറ്റർ പരിപാടിയോ കാര്യമൊന്നുമില്ല, നമുക്കറിയില്ല നമ്മളുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അത് കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു. ഇതുപോലെ ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമ്മൾ MG കോളേജിൽ പഠിക്കുമ്പം അത് മസ്റ്റാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ പോയി അപ്പം നമ്മൾ ഇതുപോലെ ആഘോഷമാക്കും, തിയേറ്ററിൽ പോയി തന്നെ ആഘോഷമാണ്. പോക്കറ്റിൽ നിറച്ച് വർണ്ണക്കടലാസും മിഠായി കാര്യങ്ങളൊക്കെയാണ്. ഇന്നത്തെ പോലെയല്ല, ഇങ്ങനെ മര്യാദയ്ക്കിരുന്ന് കാണുന്നൊരു ആംബിയൻസ് അല്ല അന്ന്. ഭയങ്കര നമ്മൾ ചിരിക്കാനടുത്ത് പൊട്ടിച്ചിരിച്ചും ആഘോഷിക്കാനടുത്ത് ആഘോഷിച്ചും കൈയടിക്കേണ്ടടുത്ത് കൈയടിച്ചും കാണുന്ന ഒരു പ്രേക്ഷകരായിരുന്നു അന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം അതില്ല. ഇപ്പം സിനിമ മൾട്ടിപ്ലക്സുകളിലേക്ക് മാറിയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ആൾക്കാർ എന്ത് വികാരവും ഉള്ളിലടക്കി പിടിച്ച് ഉള്ളിൽ ചിരിച്ചും ഉള്ളിൽ സങ്കടപ്പെട്ടും ഇങ്ങനെ ഇരുന്ന് കാണുന്നൊരു മനുഷ്യരായിട്ട് മാറി. പക്ഷെ അന്ന് അതല്ല, അന്ന് പോകുന്നത് ആഘോഷിക്കാൻ തന്നെയായിരുന്നു. ലാലേട്ടനെയൊക്കെ നേരത്തെ കാണിച്ചപ്പോഴേ ഞങ്ങൾ ആഘോഷിച്ച് കഴിഞ്ഞായിരുന്നു. ബാക്കി കിടന്ന കുറച്ച് പേപ്പർ മിഠായിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സീൻ കൃത്യമായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനുണ്ടായിരുന്ന സീനാണല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ പാൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അത് എൻ്റെ അടുത്തോട്ടല്ലേ വരുന്നത്, എങ്ങനെ ഫ്രെയിം അങ്ങോട്ട് അടുത്തോട്ട് വരുന്നുണ്ടല്ലോ. എപ്പോൾ എന്നെ കാണിച്ചു കറക്റ്റ് സമയത്ത് ലാലേട്ടോട് വണ്ടി ഇറങ്ങിയിട്ട് സ്ലോ മോഷനിൽ ഇവിടെ വന്നിങ്ങനെ എൻ്റെ കൺട്രോൾ പോയി. മരണ വീടാണ്, ആൾക്കാരെല്ലാം ഈ പറഞ്ഞ പോലെ ദുഃഖിച്ചിരിക്കുമ്പോൾ എനിക്ക് ആ മരണ വീടിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. എനിക്ക് എന്നെ ആ സ്ക്രീനിൽ വലുതായിട്ട് കാണിച്ചാൽ മാത്രമേ എൻ്റെ ഒരു ഇതിലുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ആ ഒരു സന്തോഷം എൻ്റെ ഒരു പൊട്ടിത്തെറി പോലെയാണ് വന്നത്. ഇത്രയും സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഒരു തിയേറ്റർ മൊത്തം സൈലൻ്റ് ആയിട്ട് സങ്കടപ്പെടുമ്പോൾ ഞാൻ മാത്രം പൊട്ടിച്ചിരിച്ചു, അല്ലെങ്കിൽ അമ്മാതിരി സന്തോഷത്തിൽ നമ്മളെ കാണിച്ചൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ എണിച്ച് നിന്നിങ്ങനെ ഒറ്റ ഇതൊക്കെ വാരി കറിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു 3 സെക്കൻഡ്സിൽ ഞാനത് മനസ്സിലാക്കി, ഞാൻ നിൽക്കുന്നത് ഒരു മരണ വീട്ടിലാണല്ലോ എന്നുള്ളൊരു സാധനം എനിക്ക് കിട്ടി. പക്ഷെ ആ നിമിഷ നേരം കൊണ്ട് തന്നെ നല്ല ചീത്തവിളി ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ. കാര്യം സ്വാഭാവികം, അത് ആരും തെറ്റല്ല കേട്ടോ. അതിൻ്റെ അമ്മാതിരി രസിച്ച് കാണുന്നൊരു ആൾക്കാർക്ക് ഇതൊരു ഭയങ്കര ഇതാണ്. പക്ഷേ എനിക്ക് എന്നെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനി കുറേ സിനിമകൾ, വളരെ ശ്രദ്ധേയമായ റോളുകൾ ചെയ്ത സിനിമകളെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അതിന് മുമ്പേ ഒരു പാട്ട് കേട്ടാലോ? നമുക്ക് നിന്നോട് പറയുകയാണെന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, സുമതി വളവല്ലേ, സുമതി വളവ് സിനിമ. അതെ അതെ അതെ, നമുക്ക് ആ പാട്ട് കേൾക്കാം. ഞാൻ സ്റ്റീവ് ലോപ്പസ് വളരെ പ്രധാനപ്പെട്ട സിനിമയാണ് താങ്കളുടെ കരിയറിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൽ സർവീസിൽ വന്നതിന് ശേഷമാണ് ആ സിനിമ ചെയ്തതെന്നാണ് വിചാരിക്കുന്നത്. അത് പോലീസുകാരുടെയും നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു തിരുവനന്തപുരത്തിനെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയൊക്കെ ആയിരുന്നു. അപ്പോൾ താങ്കൾ ഉള്ള പോലീസുകാരൻ ഞാൻ സ്റ്റീവ് ലോപ്പസിനകത്ത് എത്രമാത്രം ഇടപെട്ടിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ ഞാനെന്ന പോലീസുകാരനായിരിക്കണം കൂടുതൽ ഇടപെട്ടത്. ഈ സിനിമ ഭയങ്കര താല്പര്യത്തോടെ കണ്ടു നടക്കുന്ന ഒരു പോലീസുകാരൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് എന്നിലേക്ക് അവർ സഹായം ചോദിച്ച്. അതിലൊരു കഥയുണ്ട്, നമ്മുടെ TK രാജീവ് കുമാർ സാറുണ്ട്. അപ്പം എനിക്ക് അദ്ദേഹത്തിന് ആകെ ഒരു പരിചയം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കമ്മീഷൻ ഓഫീസിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തത്സമയ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഷൂട്ട് നടക്കുന്നത്. അതൊന്ന് മ്യൂസിയത്തൊക്കെ നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്, മധുചേട്ടൻ എന്ന് പറഞ്ഞു, മധു എന്ന് പറഞ്ഞു. പുള്ളി ഇപ്പോൾ ഇവിടെ ഒരു വലിയൊരു ഹോട്ടലൊക്കെ നടത്തുന്നുണ്ട് പാളയം ഭാഗത്ത്. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ടൊരു ചെറിയൊരു പരിപാടി ഉണ്ട് ചെയ്യാമോ? അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. അപ്പോൾ ഞാനന്ന് മനോജ് എബ്രഹാം സാറിൻ്റെ കൂടെ ഗൺമാനാണ്. അപ്പോൾ ഞാൻ സാറിൻ്റെ പറഞ്ഞു, സാറേ എനിക്കൊരു ചെറിയൊരു ചാൻസ് കിട്ടി. സാർ കള്ളനാ? കള്ളനല്ല, ഗുണ്ടേ അല്ല, പിന്നെന്തോന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ കണ്ട എന്നെ ഇതൊക്കെ തോന്നുള്ളൂ, വേറെ ഒന്നും സിനിമയിൽ പറ്റൂല എനിക്ക് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ അതിനകത്തും ഒരു നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഗൺമാനായിട്ടാണ് പോകണം. അത് കൊള്ളാം, അപ്പോൾ നിനക്കത് പറ്റും, നീ ഇവിടെ അതാണല്ലോ പണി, അപ്പോൾ നീ വയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വിടുന്നതാണ്. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ TK രാജകുമാർ സാറിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം നമ്പറോ കാര്യം എൻ്റെ ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസം എനിക്കൊരു കോൾ വരികയാണ്, ജിബിനല്ലേ? ഞാൻ പറഞ്ഞു അതെ, ഞാൻ TK രാജീവ് കുമാറാണ്. അപ്പോൾ എനിക്ക് ആകെ അറിയാന്നുള്ള TK രാജീവ് കുമാർ ഇദ്ദേഹം മാത്രമാണ്. അപ്പോൾ ഞാൻ ഇത് ആരും എന്നെ പറ്റിക്കാൻ വിളിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ എന്തുപറ്റി സാറെന്ന് വെച്ചു. അപ്പോൾ അല്ല, ഇവിടെ ഒരു ഷൂട്ടിൻ്റെ ഒരു ആവശ്യമായിട്ട് എൻ്റെ 2-3 ആൾക്കാർ കോൺടാക്റ്റ് ഒന്ന് സഹായിക്കണേ ഇവിടെ ട്രിവാൻഡ്രം സിറ്റിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി സാറെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഞാൻ അങ്ങനെ
ഈ നമ്പർ എടുത്ത് വെച്ചിട്ട് തന്ന നമ്പർ വെച്ചിട്ട് 1-2 കൺട്രോളേഴ്സിനെയൊക്കെ അറിയിച്ച് എന്നിട്ട് മതിച്ചേണ്ടല്ല ചോദിക്കണം, മതിച്ചേണ്ട വിളിച്ചിട്ട് കിട്ടിയില്ല, വേറെ ആൾ വിളിച്ച് പറഞ്ഞു അറിയാം അത് തന്നെയാണ്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഒരു രാജീവ് രവി എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫറുണ്ട്, അദ്ദേഹം ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് ട്രിവാൻഡ്രമാണ് മെയിൻ ലൊക്കേഷൻ, അപ്പം കുറച്ച് സഹായം ചെയ്ത് കൊടുക്കേണ്ടി വരും, കൂടെ അത് എഴുതുന്നത് സന്തോഷ് ചിക്കാനം റൈറ്ററാണ്. ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ അന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ അന്ന് ഉച്ചയ്ക്ക് തന്നെ അവരെ കാണുന്നു. പിന്നെ ഞാൻ ആ സംഘത്തിലേക്ക് എത്തിപ്പെടുകയാണ് ഉണ്ടായത്. പിന്നെ ഷഹബാസിക്ക, പിന്നെ ലിറിസിസ്റ്റ് അൻവർ അലിക്ക, ഇങ്ങനെ ആ ഒരു ടീമിനോട് എനിക്ക് ചേരാൻ പറ്റി. അജിത്തേട്ടൻ എഡിറ്റർ ആ ഒരു കാലഘട്ടം അങ്ങനെയാണ്. അവിടുന്ന് പിന്നെ അവിടെ എവിടെയൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടോ അവിടെയൊക്കെ ഞാൻ അതിലൊരു കഥാപാത്രമായിട്ട് മാറിയായിരുന്നു. ആ സിനിമയിൽ പലയിടത്തും ഞാൻ വന്നു പോകുന്നൊരു സാധനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ഓർമ്മയാണ്. അങ്ങനെയാണ് ഒരു ബന്ധം ഇപ്പോഴും രാജുവേട്ടനായിട്ട് ഇവരായിട്ട് ഒരു നല്ലൊരു ബന്ധം എനിക്കുണ്ട്. ആ കാലത്താണോ ഈ മീഡിയ മില്ലിൽ സന്ദർശകനാകുന്നത്? അജിത്തേട്ടൻ്റെയും ഇവരുടെ എല്ലാവരുടെയും കൂടെ ചേർന്നിട്ടൊരു ഫിലിം സ്റ്റുഡിയോ ആയിരുന്നു മീഡിയ മിൽ എന്ന് പറയുന്നത്. നമ്മുടെ കുന്നുകുഴി ഭാഗത്താണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് മിക്കവാറും ഈ ചാൻസ് വെച്ച് നടക്കുന്ന പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞു കുറേ നാൾ കഴിഞ്ഞിട്ടോ. ഞാൻ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിക്ക് സിനിമ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ഞാൻ ഫ്രസ്ട്രേറ്റഡായി. എന്തെങ്കിലും ചെയ്യണം, വർഷങ്ങളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ ചിന്ത വന്നത് ആ സമയത്തൊക്കെയാണ്. കുറേ സിനിമാക്കാരെ പരിചയപ്പെട്ടുകൊണ്ടാണ് ചേട്ടാ ഇവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്ത വന്നു. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, വീട്ടിൽ കാര്യങ്ങൾ നോക്കണം, അമ്മ അച്ഛൻ, പിന്നെ അനിയൻ ആ സമയത്ത് ജോലിയായി. അപ്പോൾ അങ്ങനെ നടക്കുന്നൊരു ടൈമാണ്. എനിക്ക് ജോലിക്ക് പോകാൻ തോന്നിയില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല. കാര്യം കൃത്യമായിട്ട് നല്ല ശമ്പളം കിട്ടിക്കൊള്ളുന്നുണ്ട്, പക്ഷേ എനിക്ക് ജോലിക്ക് പോകാൻ തോന്നണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം വന്നു പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പിന്നെ അവിടെ തന്നെ അങ്ങ് നിൽക്കാൻ തുടങ്ങി, മീഡിയ മില്ലിൽ അങ്ങ് നിൽക്കും. അന്ന് അവിടെ ഉണ്ടായിരുന്നൊരു പയ്യനുണ്ട്, അവൻ്റെ പേര് വേടൻ, ഇന്നത്തെ നമ്മുടെ വേടൻ. അന്ന് ചോദ്യത്തിലേക്ക് വരിക. ഓക്കെ. അപ്പോൾ ഇവനും അന്ന് ഒരു കുഞ്ഞു പയ്യനാണ്, നല്ല പാടും. ഇപ്പം ഞാനും അത്യാവശ്യം മൂളുന്ന ഒരാളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പാടുക. ഇവൻ്റെ കുറേ നാടൻ പാട്ടുകളുണ്ട്, അല്ലാത്ത പാട്ടുകളുണ്ട്, സിനിമാ പാട്ടുകളൊക്കെ ആയിട്ട്. അവനവിടെ സ്റ്റുഡിയോ പോയിയാണ്. അപ്പോൾ അവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എനിക്കറിയാം, സാഹചര്യം എന്താണെന്ന് അറിയാം, ബാക്കി കാര്യങ്ങളൊക്കെ എനിക്കറിയാം. സീരിയസ്ലി ഞാൻ കരുതി ഇവനെ കളിയാക്കി വിളിക്കുന്നതാണ് വേടൻ എന്നാണ്. അപ്പോൾ എനിക്കിതിൻ്റെ പൊളിറ്റിക്സും ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു എടാ ഞാൻ നിന്നെ ഹിരണ്ണെ വിളിക്കുള്ളൂ, പോലീസുകാരാ നിങ്ങൾ തന്നെ വേടാന്ന് വിളിച്ചാൽ മതി. ഞാൻ ഇവനെന്താ പ്രാന്താണ്, സ്വന്തമായിട്ട് വേടൻ എന്നൊക്കെ വിളിച്ചിട്ട്. ഇപ്പോൾ വേടൻ മോശമൊന്നുമല്ല, പക്ഷെ എൻ്റെ ബുദ്ധി എനിക്ക് അത്രേ ഉള്ളൂ. അന്ന് അവരിവനെ കളിയാക്കുന്നു എന്ന് കരുതിയിട്ടാണ്. ആ കളിയാക്കൽ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേടൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കളിയാക്കേണ്ട പദമല്ല. നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പറയുമ്പോഴത്തേക്കും അതൊരിക്കലും കളിയാക്കപ്പെടേണ്ട ഒരു വാക്കല്ല. പക്ഷെ അന്ന് എനിക്ക് ആ ബുദ്ധിയില്ല. പിന്നെ അവിടെ തന്നെ കിടക്കുന്നു. അവിടെ തന്നെ ഏകദേശം സമയം അവിടെ ഉണ്ടാവും. ആരെങ്കിലുമൊക്കെ സിനിമാക്കാർ വരും, എന്തെങ്കിലും എഡിറ്റിംഗ് നടക്കും. ഓരോരോ പടങ്ങളുടെ എഡിറ്റിംഗ് നടക്കുമ്പോഴും അവരോട് ചെന്ന് ചാൻസ് ചോദിക്കുക, അവരെ സഹായിക്കുക, അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. ഞാൻ പോലീസ് പണിയും ജോലിയും നിർത്തിയിട്ട് ആണ് ഞാൻ എൻ്റെ കൂടെ ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പരസ്പരം കഥകളൊക്കെ പറയാൻ എനിക്ക് അവനും ഞാനും ഉണ്ടായിരുന്നു. ജോലിക്ക് പോകാത്തതുകൊണ്ട് പൈസയില്ല. അപ്പോൾ ജോലിക്ക് പോകാത്തതുകൊണ്ട് വീട്ടിൽ ചെന്ന് പൈസ വാങ്ങിക്കാനും പറ്റത്തില്ല. അഡ്ജസ്റ്റ് ചെയ്ത് അവനവിടെ കിട്ടുന്ന പൈസയിലൊക്കെ ഷെയർ ചെയ്ത് ഫുഡൊക്കെ വാങ്ങിച്ച്, അല്ലെങ്കിൽ കുറച്ച് അരിയൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ടല്ലോ, കുറച്ച് ഉപ്പും കൂടെ ഉണ്ടെങ്കിൽ കഞ്ഞിയായിട്ടങ്ങ് പോവും. അപ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ നേരെ അപ്പുറത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. ഫ്ലാറ്റിലെ താഴത്തെ നിലയിലൊരു ഡോക്ടറാണ് താമസിക്കുന്നത്. അവിടെ ഒരു അമ്മയുണ്ട്, ജോലിക്കൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്ന ഒരമ്മ. അപ്പോൾ ഈ അമ്മ വന്നിട്ട് ഞങ്ങൾ എന്നും കണ്ട് കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഭയങ്കര കമ്പനിയായി, ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ. അതിനുശേഷം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അമ്മ അവിടെ വന്നിട്ട് ഇവിടെ ഇരുന്നാൽ ചീത്തയായി, മക്കൾ കഴിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഉള്ള സാധനങ്ങൾ തരും. പിന്നെ അത്യാവശ്യം അരിയില്ല എന്നുണ്ടെങ്കിൽ അമ്മച്ചി കഞ്ഞി വെക്കാനായിട്ട് അരി തരും. അവിടെ ഇഷ്ടംപോലെ സാധനമുണ്ട്, ഫുഡിൻ്റെ എന്ത് വന്നാലും നമുക്ക് തരും. അങ്ങനെ ഒരു ഭയങ്കര ബോണ്ടിങ്. അങ്ങനെയൊക്കെ കഴിച്ചൊരു കാലഘട്ടം ഞാനും വേടൻ തമ്മിലുണ്ടായിരുന്നു. ഏതാണ്ട് ഒരേ സമയത്താണ് രണ്ടുപേരുടെയും ഗ്രാഫ് മറ്റൊരു രീതിയിൽ ആവുന്നത്. വേറൊരു കൗതുകം. അതെ. നമുക്ക് ഒരു പാട്ട് കൂടി കേട്ടാലോ? അടുത്തത് സാഗർ ഇലിയാസ് ജാക്കിയിലെ പെണ്ണിലവേ എന്നുള്ള പാട്ടല്ലോ. നമുക്ക് ആ പാട്ട് കേൾക്കാം. ഇനി ചെയ്ത സിനിമകളിൽ വാഴ എന്ന് പറയുന്ന സിനിമ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു അതിലെ അച്ഛനായിട്ടുള്ള കുറേ അച്ഛന്മാരുടെയും കുറേ മക്കളുടെയും കഥയാണെങ്കിലും അതിലെ ചില സംഭവങ്ങളൊക്കെ എടുത്ത് റീലൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫാന് തുടച്ചുകൊണ്ടിരിക്കുന്ന മകനെ കണ്ടിട്ട് പോയി ആത്മഹത്യ ചെയ്യാൻ പോകണം കെട്ടിപ്പിടിക്കുന്ന സംഭവങ്ങളൊക്കെ. ഒരു പക്ഷേ ഇതൊരു ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ കഥ, അല്ലെങ്കിൽ അതിന് കുറച്ച് മുന്നത്തെ അച്ഛന്മാരുടെ കഥ, രണ്ടും പറയാം. എങ്ങനെയായിരുന്നു വാഴയിൽ എത്തുന്നതും വാഴയിലെ മൊത്തത്തിലെ എക്സ്പീരിയൻസും, പ്രത്യേകിച്ച് അസീസ് ദേഹം ഉൾപ്പെടെ അങ്ങനെ ഒരു കൂട്ടായ്മയും കൂടി ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്? അത് ഞാൻ ഡയറക്ടർ വിപിൻ ദാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വാഴയുടെ പ്രൊഡ്യൂസറാണ്. അടുത്ത പ്രൊഡ്യൂസേഴ്സിലൊന്നാണ് അദ്ദേഹമാണ്. അദ്ദേഹമായിട്ട് ഭയങ്കര അടുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ അന്താക്ഷരി എന്ന് പറഞ്ഞ ഒരു പരിപാടിയിൽ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും ഇവിടെയൊക്കെ ഉള്ളപ്പോൾ കാണും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ വാഴയുടെ പരിപാടി തുടങ്ങിയ സമയത്ത് ഞാൻ ചോദിച്ചാൽ വല്ല പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ വന്നാലും ഭയങ്കരമായിട്ട് പോസ്റ്റ് ആവണം, അതിൽ മെയിനായിട്ട് 3 അച്ഛന്മാരാണ് ഉള്ളത്, പിന്നെ നോക്കാം ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇതിലൊരു പരിപാടിയുണ്ട്, ഒരു 4-5 സീനേ മാക്സിമം വരുള്ളൂ, പക്ഷേ ഈ 5 സീനും സിനിമയിൽ വരുന്ന സ്ഥലങ്ങൾ ഭയങ്കരമാണ്, അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കും, നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെന്ത് സംശയം, നിങ്ങളെന്താ അങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു
വാഴ എനിക്ക് തന്ന ഈ 5 സീനുകൾ തന്ന ഒരു ഇമ്പാക്റ്റ് ഭയങ്കര. എൻ്റെ ഏജിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു യൂത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരൊക്കെ അറിയുന്നതിനപ്പുറത്തേക്ക് ചെറിയ പിള്ളേർ 5, 6, 7, 8 ഒരു 15 വയസ്സിനകത്തുള്ള പിള്ളേരിലേക്ക് എൻ്റെ മുഖം എത്തിച്ചൊരു സിനിമ വാഴയാണ്. അപ്പം അത് വിപിൻ ദാസ് അണ്ണൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു തോട്ടായിരുന്നു. ഞാനത് വെക്കാം, ഞാനത് പെർഫോം ചെയ്യുന്നുള്ളൂ. അത് റിലീസിനൊരു 3 ദിവസം മുന്നേ എന്നോട് പറഞ്ഞു, നിങ്ങൾ വലിയ വേഷങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്, എൻ്റെ പടത്തിൽ ചെറിയ സംഭവം നിങ്ങൾ ചെയ്തിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഈ നിമിഷം വരെ ചെയ്ത സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേരുണ്ടാക്കാൻ പോകുന്നത് ഈ ഞാൻ തന്ന 5 സീനായിരിക്കും, അത് എൻ്റെ ഉറപ്പാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വോയിസ് ഇട്ടു. ഞാൻ പറയണമെന്ന് പറഞ്ഞ് തിരിച്ചു. ഞാനന്ന് ഈ വാഴ കോയമ്പത്തൂർ നിന്നാണ് കാണുന്നത്. അത് ബബ്ബ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ അവിടെ നിന്നാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇവിടെ പ്രീമിയർ കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് രാത്രി സെക്കൻഡ് ഷോ കണ്ടിറങ്ങുമ്പോൾ ആൾക്കാർക്ക് എന്നെ മനസ്സിലായി. ഓഡിയൻസിൽ കൂടുതലും തമിഴ് ആൾക്കാരാണ്. അവർ വന്നിട്ട് ഈ സിനിമ അങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങ് കണ്ണ് പറഞ്ഞു അമ്മാതിരി ഒരു ഫീലായിരുന്നു. അതെല്ലാവരും ഏറ്റെടുത്തൊരു സിനിമയാണ് വാഴ എന്ന് പറയുന്നത്. അത് വിപിൻ ദാസിൻ്റെ മാത്രം, അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു സംഭവമാണ് നമ്മൾ അതിലേക്ക് എത്തിച്ചതെന്നുള്ളത്, അങ്ങനെ ചെയ്യിച്ചു എന്നുള്ളത്. ഒരു നീണ്ട റോള് ചെയ്യുന്ന ഒരു പക്ഷേ സുനിൽ ഇബ്രാഹിമിൻ്റെ വൈയിലായിരിക്കും. അതൊരു പക്ഷേ തിയേറ്ററിൽ അങ്ങനെ പോയില്ലായെങ്കിലും OTT-യിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. പല സിനിമകൾക്കും അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. അത് എങ്ങനെയാണ് കാണുന്നത്, പ്രത്യേകിച്ച് ആ വൈയിൻ്റെയും കൂടി ഒരു അടിസ്ഥാനത്തിൽ? വൈ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റീവ് ലോപ്പസ് എന്ന് പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പിൽ നടക്കുന്നൊരു സിനിമയാണ്. ഒരു ദിവസം ഒരു രാത്രി നടക്കുന്ന സംഭവമാണ്. ഞാൻ ആ സിനിമയിലേക്ക് എത്തി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു സംഭവം, അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ ആദ്യം വരുന്ന മുഖം സുനിലേട്ടൻ്റെയാണ്. കാര്യം ഞാൻ ഈ കമ്മീഷൻ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു പരസ്യത്തിൻ്റെ ആവശ്യത്തിനായിട്ടൊരു പെർമിഷന് വേണ്ടി വരുമ്പോൾ എനിക്ക് പുള്ളി അറിയില്ല, പുള്ളിക്ക് എന്നെ അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഞാൻ നോക്കിക്കോളാം, വിട്ടേരാ, കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ ഈ പരസ്യമൊക്കെ എടുത്ത് നടന്നാൽ മതിയോ, നമുക്കൊരു സിനിമയൊക്കെ പിടിക്കണ്ടേ ചേട്ടാ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അദ്ദേഹത്തെ വിടുന്നത്. അപ്പോൾ അതൊക്കെ നടക്കും ജിബിൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളി പോയി. അത് കഴിഞ്ഞ് പുള്ളി ചാപ്റ്റേഴ്സ് എടുത്തു, അരികിൽ ഒരാളെടുത്തു. അതിനുശേഷമാണ് സിനിമയിലേക്ക് കയറുന്നത്. അത് കഴിഞ്ഞ് 3ാമത്തെ പടമായിരുന്നു വൈ എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ് ചെയ്യുന്ന 3ാമത്തെ പടം. ആ പടം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജിബിനെ ഒന്ന് കാണണം. കണ്ടു, സംസാരിച്ചത് കുറച്ച് പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പറഞ്ഞു ഇതിനകത്ത് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഞാൻ ഓപ്പൺ ഓഡിഷൻ ഇടും, അതിൽ വർക്ക് ആവുമെന്നുണ്ടെങ്കിൽ ഞാൻ അല്ല ഒരിക്കലും എനിക്ക് വേഷം തരാമെന്നും പറഞ്ഞിട്ടില്ല. ഓപ്പൺ ഓഡിഷനായിരുന്നു, കുറേ ആൾക്കാരൊക്കെ ചെയ്തു. അവസാനം കറങ്ങി തിരിഞ്ഞൊരു 3-4 ഓഡിഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നായി. എനിക്ക് ഏറ്റവും വലിയൊരു എൻ്റെ ഒരു കോൺഫിഡൻസ് ആ സിനിമയായിരുന്നു. കാര്യം യാതൊരുവിധ ഒന്നുമില്ലാതെ ഞാനൊരു പടത്തിൽ ത്രൂ ഔട്ട് വേഷം ചെയ്യുകയാണ്. അദ്ദേഹം എന്നെ വിശ്വസിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എനിക്ക് പൂർണ്ണമായിട്ടൊരു സിനിമാക്കാരനായിട്ട് നിൽക്കാൻ പറ്റുന്ന തന്നെ എനിക്ക് സ്വയം ഒരു സംഭവം തന്നത് വൈ എന്ന് പറയുന്ന മൂവി തന്നെയാണ്. സുനിലേട്ടനെ മനസ്സിൽ കാണാതെ എനിക്കൊരു മൊമെൻറ്റ് പോലും സിനിമയ്ക്കകത്ത് നിൽക്കാൻ പറ്റില്ല. സ്നേഹം എന്ന് മാത്രം പറഞ്ഞ് തീർക്കാൻ പറ്റുന്നൊരു ബന്ധമല്ല അദ്ദേഹത്തിനോടുള്ളത്. ഇപ്പോഴും താങ്കൾ സിനിമകൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് അത് സംസാരിക്കാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് വലിയ പ്രോജക്റ്റുകൾ, നല്ല പ്രോജക്റ്റുകൾ വരുമ്പോൾ ഞാൻ സുനിലേട്ടനോട് ആദ്യം വിളിച്ച് പറയാറുണ്ട്, സുനിലേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, അജുവിനെ പോയി പൊളിച്ചിട്ട് വാ, ഇത്ര മതി. നമ്മൾ പുള്ളി അത് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഈ സിനിമയൊക്കെ സ്വപ്നം കണ്ട് നടന്ന ഒരാൾ പിന്നെ തിയേറ്ററിലേക്ക് ആളുകൾ വരണം എന്ന് ക്ഷണിക്കുന്ന ഒരു പ്രൊമോഷണൽ വീഡിയോയുടെ ഒരു പ്രധാന ആളായി മാറുന്നു. എന്ന് മാത്രമല്ല, ഒരു പ്രൊമോഷണൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊരു ചർച്ച നടക്കുക, അത് ലോഞ്ച് ചെയ്യപ്പെടുക, അങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരുപക്ഷെ എൻ്റെ അറിവിൽ ആദ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു മൊമെൻറ്റിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അത്രയും വലിയൊരു റീച്ചിലേക്ക് പോകുന്നെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ആലോചന ഉണ്ടായിരുന്നു? കാസ്റ്റ് ചെയ്യപ്പെട്ടത് ഭയങ്കര കോമഡിയായിരുന്നു. ഞാൻ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഭയങ്കര റീച്ച് ചെയ്യുന്ന വേറൊരു പരസ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര റീച്ചാണ്. അത് കഴിഞ്ഞ് കോവിഡിൻ്റെ ഒക്കെ ടൈം കഴിഞ്ഞിട്ടൊക്കെയാണ്. അപ്പോൾ അപ്പോഴും നമ്മുടെ തിയേറ്റേഴ്സ് അങ്ങനെ ഓപ്പൺ ആയിട്ടില്ല. തമിഴ്നാട്ടിൽ മാത്രം തുറന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സിനിമ കണ്ടു തുടങ്ങി ആൾക്കാർക്ക് അപ്പോഴും ഒരു പേടിയുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു കാസ്റ്റിംഗ് കോൾ ഉണ്ട്, ഇത്ര പ്രായമുള്ള ഒരാളിനെ വേണം, 2 പേര് വേണം, മെയിൻ ഒരു സംഭവം, പിന്നെ ഒരു ഒരു സാധനമുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ കൊതിയായി. കാര്യം ഞാൻ ചെയ്തത് മറ്റേ പാൻറ്റിൻ്റെ ആഡാണ്, ഒരു ഹിന്ദി പ്രൊഡക്ഷനിലാണ്. ഞാനങ്ങ് വിട്ടു, അതെന്താ സംഭവം എന്നുള്ളത് വിട്ടു. അപ്പോൾ ഇവിടെ ഒരു സാധനം ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരാൾ, എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ലോൽ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു തമാശ ഗ്രൂപ്പാണ്, ഭയങ്കര കോമഡി സംഭവങ്ങളൊക്കെ നടക്കുന്നൊരു ചർച്ച ചെയ്യുന്നൊരു ഗ്രൂപ്പ്. അപ്പോൾ അതിനകത്തുള്ളൊരു അൻഷാദ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പരസ്യത്തിൻ്റെ ഡയറക്ടർ എനിക്കറിയാം, ഞാൻ നമ്പർ തരാം, വിളിച്ചു നോക്കുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് ജിബിൻ എന്നാണ്, ഇങ്ങനെ ഒരു ആഡിൻ്റെ ഒരു സംഭവം കണ്ടു, ഞാൻ കുറച്ച് ആഡ്സൊക്കെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളുടെ പ്രൊഫൈൽ വെച്ചിട്ട് അയച്ചോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ പേരെന്താ? അപ്പോൾ പറഞ്ഞു എൻ്റെ ഒരു കുമാർ നീലകണ്ഠൻ എന്നാണ് എൻ്റെ പേര്. ശരി ചേട്ടാ, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്ത പരസ്യം എടുത്ത് അയച്ചു. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു, അയ്യോ ബ്രോ നിങ്ങളായിരുന്നു, അയ്യോ ഈ പരസ്യം ഞങ്ങൾക്ക് അറിയാമെന്നുള്ളതാ, സോറി കേട്ടോ, നിങ്ങളെ അഭിനയിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, പക്ഷേ
ഞങ്ങളുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന ആളല്ല നിങ്ങൾ, ഞങ്ങൾക്ക് മാതിരി പൈസ തരാൻ പറ്റില്ല, നിങ്ങൾ ഈ പാൻ ഇന്ത്യൻ പരസ്യം ചെയ്ത് ഇറക്കണം, നിങ്ങൾക്ക് നിങ്ങളെ കിട്ടിയാൽ ഞങ്ങളുടെ ഭാഗ്യം എന്നേ പറയുള്ളൂ, പക്ഷേ സത്യത്തിൽ നിങ്ങൾക്ക് തരാനുള്ള പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുമാരേട്ടാ പൈസ പിന്നത്തെ കാര്യമില്ലേ, എനിക്കിവിടെ ഒരു നല്ല സംഭവം ചെയ്യണം. അന്നും എനിക്കറിയില്ല ഇത് സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണെന്നും ഒന്നും എനിക്കറിയില്ല. ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയാണെന്നും ഇതിന്റെ കൂടെ വരുന്നത് ലാലേട്ടനും പൃഥ്വിരാജും മഞ്ജു ചേച്ചിയൊക്കെ ആണെന്നുള്ളത്. അപ്പോൾ ഇത് ഇറങ്ങുന്ന സമയത്ത് അറിയുന്നത് ഇവരും കൂടെ ഇതിൽ ജോയിൻ ആയിട്ടുണ്ടെന്നുള്ളത്. അതെനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും വേറെ ഏതോ ചാനലും അവരൊക്കെ ചേർന്നിട്ട് ചെയ്തൊരു സംഭവമാണ്. അത് ഭയങ്കര ഇതുപോലെ റീച്ചായി. ഇത് സിനിമാക്കാർക്കിടയിൽ പോയി. കാര്യം സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് തന്നെ എല്ലാ സിനിമാക്കാർക്കിടയിലും ചെന്നു. ഈ മൊമെന്റിൽ ഞാൻ 2018 എന്നുള്ള സിനിമ അടക്കാണ് ജൂഡിന്റെ. അവിടെ നിൽക്കുമ്പോൾ ഞാൻ ലാൽ സാറുമായിട്ടാണ്, നമ്മുടെ സിദ്ദിഖ് ലാൽ സാറിലെ ലാൽ സാറുമായിട്ടാണ് കോമ്പോ കൂടുതൽ. രാത്രി ഷൂട്ട് എടുക്കുമ്പോൾ അവരൊക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ളതാണല്ലോ. അപ്പോൾ ഈ പരസ്യമൊക്കെ ഇവരുടെ ഗ്രൂപ്പിൽ ചെന്നിട്ടുണ്ട്, ഒരു ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞു. പുള്ളി അതിന് 2 ദിവസം മുമ്പ് ഞങ്ങൾ അഭിനയിച്ചു തുടങ്ങിയതാണ്. പറഞ്ഞു ഗുഡ് ഈവനിങ്, ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ സാറ് വന്നിട്ട് ചോദിച്ചു, നിങ്ങളാണോ മറ്റേ ഞങ്ങൾക്ക് വേണ്ടി ഒരു പരസ്യം ചെയ്തത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ? അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ പിന്നെ ആ ദുൽഖറായിട്ടുള്ള പരസ്യം ചെയ്തത് നിങ്ങളാണോ? ഞാൻ പറഞ്ഞത് രണ്ടും കൊള്ളാം കേട്ടോ, രണ്ട് തരത്തിലാണ്, സൂപ്പറായിട്ട് നിങ്ങൾ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അന്ന് തൊട്ട് ലാൽ സാർ ഭയങ്കര കമ്പനിയാണ്. സാറിന് എന്നെ പറ്റി ഒരു ധാരണയില്ല, മീൻസ് അറിയില്ല എന്താണെന്ന് ഒന്നും അറിയില്ല. പക്ഷെ ഇതൊക്കെ ചെയ്തത് ഞാനാണെന്ന് കേട്ടോ. പുള്ളിക്ക് നമ്മളാ ചെയ്ത വർക്കിനോടുള്ള ഒരു സംഭവം കണ്ടിട്ട് സാറ് അന്നോട്ട് ഭയങ്കര അവിടെ വാ ഇരിക്കും, അങ്ങനെ ഒരു ബന്ധത്തിലോട്ട് അത് മാറി. ഇങ്ങനെയാണ് ആ ഒരു പരിചയത്തിലേക്ക് ഞാൻ ചെല്ലുന്നത്. ഇനി നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ ആണ് സംസാരിക്കാനുള്ള ഒരു സമയം അനുവദിക്കുന്നുള്ളൂ. അതിന് മുമ്പേ നമുക്കൊരു പാട്ടും കേൾക്കാനുണ്ട്. ഏത് പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്? റൂഹേ എന്നുള്ള പാട്ട്, നേര് എന്ന സിനിമയിലെ പാട്ടാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം. നമ്മളിപ്പോൾ സംസാരിക്കുന്നതിന് മുന്നേ കളങ്കാവിൽ ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. അതാണ് താങ്കൾ അഭിനയിച്ചിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ എന്ന് പറയുന്നത്. ദുൽഖർ സൽമാൻ, സമന്ത, പ്രണവ് മോഹൻലാൽ, മമ്മൂക്ക, 12th മാൻ്റെ കാര്യമുണ്ട്, അതിൻ്റെ അകത്ത് മോഹൻലാൽ സാറുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചോദിക്കാൻ വിട്ടുപോയതാണ്. എന്താണ് നമ്മളൊരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിന്ന് തുടങ്ങിയിട്ട് ഇത്രയും വലിയൊരു താരനിരയോടൊപ്പം വർക്ക് ചെയ്ത് വരുന്നതിൻ്റെ കാര്യവും കളങ്കാവിൻ്റെ കാര്യവും കൂടി ചേർത്ത് ഒന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ പ്രണവ്, ദുൽഖർ, മമ്മൂട്ടി സാറ്, ഇപ്പം ലാലേട്ടൻ എന്ന് പറയുമ്പോൾ അടുത്തത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാൽ സാറിൻ്റെ മകളുടെ കൂടെയാണ്, വിസ്മയ. തുടക്കത്തിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഷൂട്ട് തുടങ്ങി, എനിക്ക് 2 ദിവസം ഷൂട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിപ്പോൾ കളങ്കാവൽ നല്ല രീതിയിൽ തന്നെ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് അതിൽ ചെയ്തേക്കുന്നത്. ഇപ്പം എൻ്റെ റിലീസിങ് ലോഞ്ചിന് സാറിൻ്റെ കൂടെ ഒരു വേദി പങ്കിട്ടതൊരു അവിസ്മരണീയമായൊരു മൊമെന്റ് ആയിരുന്നു. എനിക്കത് മറക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു സംഭവമായിരുന്നു. റിലീസ് ചെയ്തിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. എങ്കിലും നമ്മൾ ട്രെയിലറിൽ മമ്മൂക്കയും വിനായകനെയും മാത്രമാണ് കാണുന്നത്. താങ്കൾ അതിൻ്റെ അകത്ത് പോലീസാണോ അതോ ഏത് പക്ഷത്താണ് എന്തെങ്കിലും വ്യക്തമാക്കാൻ പറ്റുമോ? അത് തീർച്ചയായിട്ടും ഇറങ്ങിയല്ലോ, ഇനിയിപ്പോൾ എല്ലാവരും കണ്ട കാര്യമല്ലോ, കുഴപ്പമില്ല. പോലീസുകാരൻ തന്നെയാണ്. ഞാനും വിനായകൻ ചേട്ടനും ഒരുമിച്ചുള്ള പരിപാടിയാണ്. ത്രൂ ഞങ്ങൾ രണ്ടുമാണ് ആ ഒരു യാത്രയിലുള്ളത് ഒരുമിച്ചുള്ളത്. നല്ല രീതിയിൽ തന്നെ റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഗംഭീരമായി വരട്ടെ. ഓക്കെ, നമ്മൾ ഈ പരിപാടിയുടെ അവസാനത്തെ സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ഇത് ഈ ചോദ്യങ്ങൾ AI-ക്ക് എന്താണ് ജിബിനോട് ചോദിക്കാനുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ചോദ്യങ്ങളുടെ മേൽ എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് രീതിയിലാണ് ഇത് AI തന്നിരിക്കുന്നത്. സിനിമ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത്? സിനിമ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എനിക്ക് അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സിനിമ തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. തിരക്കഥ വായിക്കാതെ തന്നെ നിങ്ങൾ യെസ് പറയാൻ സാധ്യതയുള്ള ഒരു സംവിധായകൻ? അത് എനിക്കിഷ്ടമുള്ള എല്ലാ സംവിധായകരുടെയും ഒരു തിരക്കഥയും ഞാൻ ചോദിക്കാൻ വേണ്ട ആവശ്യമില്ല. ഇല്ല. നിങ്ങളുടെ പോലീസ് കാലഘട്ടത്തിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച ഒരു ശീലം ഇപ്പോഴും പിന്തുടരുന്നുണ്ടെങ്കിൽ ഏതാണത്? അങ്ങനെ പോലീസ് കാലഘട്ടത്തിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. വീണ്ടും ചെയ്ത് മെച്ചപ്പെടുത്താം എന്നാഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമുണ്ടോ ഇതുവരെ ചെയ്തതിൽ? ഇല്ല, ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാം ചെയ്തിട്ടുള്ള. ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കളോ ആരാധകരോ നൽകിയിട്ടുള്ള ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ് ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ചോ? പോസ്റ്റേഴ്സ് ചിലപ്പോഴും ചിലരത്തൊക്കെ നമ്മൾ പാളുന്നുണ്ടെന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ട്. അത് ഞാൻ കീപ്പ് ചെയ്യാൻ ഇപ്പം ഞാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ. ആൾക്കാർക്ക് താങ്കളെക്കുറിച്ചൊരു തെറ്റിദ്ധാരണയുണ്ട് എങ്കിൽ അതെന്താണ്? ഇല്ല, എല്ലാം നല്ല ധാരണയാണ്. ഏതെങ്കിലും ഒരു വേഷം വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ? ഇല്ല, കിട്ടാതെ പോയിട്ടേ ഉള്ളൂ. ഷൂട്ടിങ്ങിന് തൊട്ടു മുന്നേ അല്ലെങ്കിൽ ഒരു ഷോട്ടിന് തൊട്ടു മുന്നേ താങ്കളോട് എന്തെങ്കിലും സ്വയം പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത്? ഇല്ല, ഞാൻ ഷോട്ടിന് മുന്നേ അല്ലെങ്കിൽ ഒരു ദിവസം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒറ്റ സാധനം ഞാൻ ചിന്തിക്കുള്ളൂ, ഞാൻ എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത്. അത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഉപദേശം? നമ്മളെ മറക്കാതിരിക്കുക. ഓക്കെ. ഇപ്പോൾ സിനിമ നടനല്ലാതെ ഏതെങ്കിലും ഒരു ഏരിയ സിനിമയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഏതായിരിക്കും? സിനിമയിൽ എന്ത് ജോലി ഞാൻ ചെയ്യാൻ തരാം. ഓക്കെ, അത് ഇന്നതൊന്നുമില്ല, സിനിമ ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു AI-യുടെ ചോദ്യങ്ങൾ. AI മോശമാക്കിയില്ല എന്ന് വിചാരിക്കുന്നു. നന്നായിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം. കളങ്കാവൽ വളരെ ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുന്നു. വരാനിരിക്കുന്ന സിനിമകൾ ഇപ്പോൾ തുടക്കം മറ്റൊരു രീതിയിൽ തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിൽ പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം. നന്ദി. താങ്ക് യു.
ചലച്ചിത്ര നടൻ ജിബിൻ ഗോപിനാഥ് അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നിർവഹണം മനീഷ് MP, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.